Hello friends, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതായത് അവർക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ്സുകൾ, ഡോക്യുമെന്റ്സ് ലിസ്റ്റ്, അതെല്ലാം വീഡിയോകളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ +2 പഠിക്കുന്ന +1 കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ അപ്ഡേറ്റ്സ് എവിടെ? ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജുകൾ വരികയാണ്. ഗൈസ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല, കാരണം വളരെ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇത്തവണത്തെ ബാച്ച്. അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 2 കാരണം, ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല, ടെൻഷൻ ഇല്ല എന്ന് പറയാം. ചില കുട്ടികൾക്ക് നേരത്തെ റിസൾട്ട് വന്നാൽ ആശ്വാസമാണ്. എന്നാലും നിങ്ങളുടെ റിസൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂലൈ 2nd വീക്ക്, അതായത് 3rd വീക്കിലേക്ക് ആകാൻ സാധ്യതയില്ല. ജൂലൈ 2nd വീക്കിൽ തന്നെ, അതായത് ഒരു 7 to 14 ഇടയ്ക്ക്, മോസ്റ്റ് പ്രോബബ്ലി 10നും 14നും ഇടയ്ക്ക് തന്നെ നിങ്ങളുടെ +1ന്റെ ഒഫീഷ്യൽ റിസൾട്ട് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അക്കാദമിക് ഇയർ എഴുതിയ പരീക്ഷയുടെ ഇന്റർവെൽ മാർക്ക് മീൻസ് പകുതി മാർക്കിനുള്ള എത്രയാണ് കിട്ടുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി മറ്റൊന്ന് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് ആണ്. ഒരു പ്രഖ്യാപനം മാത്രമാണ് വന്നിട്ടുള്ളത്. അത് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ +1 റിസൾട്ട് പ്രഖ്യാപിക്കുമല്ലോ, ആ വന്നു കഴിയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഇമ്പ്രൂവ്മെന്റ് ഡേറ്റ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബറിനകത്ത് തന്നെയാണ്, ഒക്ടോബറിൽ തന്നെയാണ്. നിങ്ങളെ വലക്കില്ല ഇത്തവണ. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് ഏറെക്കുറെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ +1 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ഇംപ്രൂവ്മെന്റ് ഫീസ്, അതുപോലെ തന്നെ എത്ര വിഷയം ചെയ്യാം എന്നുള്ളത് എല്ലാ വർഷവും ഒരുപോലെയാണ്. ദെൻ അതിന്റെ ഡേറ്റ്, ബാക്കി നോട്ടിഫിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു ഭാരം മീൻസ് ആ ഒരു സിലബസിന്റെ ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ +2 പരീക്ഷ വരെ ചുമക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനുണ്ട്. +2 കാരാണെങ്കിൽ അറിയാം, സയൻസുകാരാണെങ്കിൽ റെക്കോർഡ് ഉണ്ടാവും, പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ലാബുകൾ ഉണ്ടാവും, പിന്നെ ഒരുപാട് പോർഷൻസ് പഠിക്കാനുണ്ടാവും +1നേക്കാളും. അപ്പോൾ +1ൽ ഒരുപക്ഷെ മാർക്ക് കുറവാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇംപ്രൂവ്മെന്റിന് ഉൾപ്പെടെ ഇപ്പൊ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, NSS, അതുപോലെ തന്നെ NCC പോലുള്ള ഗ്രേസ് മാർക്ക് +2ലാണ് വരുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +1ൽ ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞാലും ഇതിലൊക്കെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് ഫൈനലി ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറയുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻസിന്റെ കേസാണ്. സോ ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടിന്റെ ഏകദേശ ഡേറ്റ് ഇതാണ്. അതുപോലെ ഇംപ്രൂവ്മെന്റും നമ്മൾ ഹാപ്പി ന്യൂസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കുക, അത് മാത്രമാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.